ഇപ്പോൾ അട്ടമല വാർഡ് മെമ്പർ എൻ കെ സുകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ മുതൽ തന്നെ ഈ ദൗത്യത്തിലെല്ലാം പങ്കാളിയാണ്. അദ്ദേഹം ആ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. ശ്രീ സുകുമാർ, ഇപ്പോൾ ആ ക്യാമ്പിലെ സ്ഥിതി എന്താണ്? എത്ര പേർ ആ ക്യാമ്പിലുണ്ട്? ഈ ആളുകളെ തിരിച്ചറിയാനുള്ള ഈ നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഞാനിപ്പോ രാവിലെ ക്യാമ്പിൽ എത്തിയിട്ടുള്ളൂ. ഇന്നലെ ഫുൾ ടൈം സമയം രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. ഇപ്പോൾ വന്ന് ഞാൻ കയറുന്ന സമയത്താണ് നിങ്ങളെ കോള് പിന്നെ വിളിച്ചിരുന്നത്. അപ്പൊ അന്ന് എല്ലാവരും കൂടി ഒന്ന് പോയി നോക്കണം. പരമാവധി ആൾക്കാരെ ക്യാമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ഒറ്റപ്പെട്ട മേഖലകളുണ്ട്. അവരെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് റോഡ് മണ്ണും ചളിയും നീക്കം ചെയ്തിട്ട് അവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി ക്യാമ്പിലേക്ക് എത്തിക്കാൻ കഴിയണം. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ. രാവിലെ മുതൽ 6 മണി മുതൽ തന്നെ രക്ഷാപ്രവർത്തനം മുണ്ടക്കായ് ഭാഗത്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് വേണം, ഒറ്റ മേഖല കേന്ദ്രീകരിക്കുക, പല മേഖലകളെ കേന്ദ്രീകരിച്ച് വേണം രക്ഷാപ്രവർത്തനം കാര്യങ്ങൾ നടത്തണം. എന്നാലേ നമുക്ക് കുറച്ചും കൂടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ബോഡികൾ ഇനി ഇഷ്ടംപോലെ കിട്ടാനുണ്ടെന്ന് നമുക്കറിയാം. കുറേ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 100-300ഓളം വീടുകൾ മുണ്ടക്കായ് മുതൽ അട്ടമല പ്രദേശം വരെ പോയി കിടക്കുന്നുണ്ട്. അപ്പൊ ചില ഭാഗങ്ങളിൽ എത്രയും പെട്ടെന്ന് റോഡ് പുനഃസ്ഥാപിച്ചാലേ നമുക്ക് ആ ഭാഗങ്ങൾ എത്തിച്ചേരാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം, അതുപോലെ തന്നെ റെസ്ക്യൂ ടീമിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് വാക്കുകളില്ല പറയാൻ. ഉറ്റവരും ഉടയരും നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എന്ത് പറയാനും. ഇതാണ് നമ്മളെ ഭാഗത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. തീർച്ചയായിട്ടും ആ വേദനയിൽ കേരളം ഒന്നാകെ പങ്കുചേരുകയാണ്. നമുക്ക് ഈ ചൂരൽമലയും മുണ്ടക്കയും ബന്ധിപ്പിക്കുന്ന ഒരു ബെയിലി പാലം ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നിർമ്മിച്ചു വരികയാണ്. ഈ അട്ടമലയിലേക്ക് കടന്നു പോകാനുള്ള മാർഗങ്ങളൊക്കെ വഴികളൊക്കെ ശരിയാക്കിയിട്ടുണ്ടോ അവിടെ? ബെയിലി പാലത്തിൽ കൊടുത്ത് 2 സൈഡാണ് പോകേണ്ടത്. നമ്മൾ ചൂരൽമല ടൗണിൽ പാലം നഷ്ടപ്പെട്ടതിൽ അവിടുന്ന് ഇടത്തും വലത്തുമാണ് നമ്മൾ പോകേണ്ടത്. ഒന്ന് അട്ടമലയോട്ടും ഒന്ന് മുണ്ടക്കായലോട്ടും. അത് പുനഃസ്ഥാപിച്ചാലും നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് മറ്റുള്ള ആൾക്കാരെയും കൂടി കൊണ്ടുവരാൻ കഴിയുള്ളൂ. അത് എത്രയും പെട്ടെന്ന് റോഡുകളിലാണ് കംപ്ലീറ്റ് ചളിയും കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇറ്റാച്ചും ജെസിബിയും വെച്ച് മാറ്റിയിട്ട് വേണം അവിടുന്ന് ആൾക്കാരെ നമുക്ക് ഈ പറഞ്ഞ സുരക്ഷിതമായ ക്യാമ്പിലെത്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴും ധാരാളം ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടോ? ഇല്ല, അത്ര പേരില്ല. അത് സുരക്ഷിതരാണ്. എന്നാലും നമുക്ക് അവിടെ വൈദ്യുതിയും കാര്യങ്ങളും, വെള്ളം, വെളിച്ചം, അതുപോലെ ഭക്ഷണം ഒന്നും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ എന്നാലും നമുക്ക് അവരെ ക്യാമ്പിൽ എത്തിച്ചാലും മറ്റുള്ള അവരുടെ കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. സുരക്ഷിതമായി തന്നെ ഉണ്ട് കുറച്ച് പേര്. അവർ ഇന്നത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും ക്യാമ്പിൽ എത്തിക്കാൻ കഴിയും. അതെ അതെ, ക്യാമ്പുകളിൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അടിസ്ഥാന സൗകര്യം എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. നന്ദി. അദ്ദേഹം ആ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയാണ്. ഇന്നലെ മുതൽ അദ്ദേഹം ആ രക്ഷാദൗത്യത്തിലും പങ്കാളിയായിരുന്നു.